പുതിയ ഗുസ്തി ഫെഡറേഷനെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റ പുതിയ ബോഡിയാണ് സസ്പെൻഡ് ചെയ്തത്. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ അധ്യക്ഷനായതിൽ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് കായിക മന്ത്രാലയത്തിന്റെ നടപടി. പുതിയ ബോഡി മുൻ നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നുവെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, സാക്ഷി ആ ഷൂസ് എടുത്തു വെച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ വൈകാരികമായൊരു പ്രതികരണമാണ് അന്ന് ഗുസ്തി താരങ്ങൾക്കൊക്കെ ഇടയിൽ നിന്നുണ്ടായത്. ഒപ്പം പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന പ്രഖ്യാപനവും അതിന് വേഗത്തിൽ ഒരു പരിഹാരവും സമവായവുമാണോ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്? എങ്ങനെയാണ് നടപടി? ദിവിഷ, എന്തായാലും ഈ നടപടി കായിക താരങ്ങളുടെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനെതിരെയാണെങ്കിൽ പ്രതിഷേധം കണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ കായിക മന്ത്രാലയത്തെ ചൊടിപ്പിച്ച ചില നടപടികൾ ഈ പുതിയ ബോഡിയിൽ നിന്നും, ഈ റെസ്ലിംഗ് ബോഡിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്നൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അവരവരുടെ ഈ കായിക മന്ത്രാലയത്തിൻ്റെ റിലീസിൽ പ്രത്യേകിച്ചും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ പുതിയ ബോഡി തിരഞ്ഞെടുത്ത് വിജയിച്ച് ചുമതലയേറ്റ ദിവസം 21-ാം തീയതി തന്നെ ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ ഗോണ്ടയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ഈ സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ബോഡി എടുത്തിരുന്നു. അതായത് അണ്ടർ 15, അണ്ടർ 20 നാഷണൽസ്, ജൂനിയർ നാഷണൽസ് ഗോണ്ടയിൽ വെച്ച് നടത്താൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ ഗോണ്ട എന്ന് പറയുന്നത് ബ്രിജ്ഭൂഷൻ്റെ സ്വന്തം സ്ഥലമാണ്. അവിടെ വെച്ച് യാതൊരു ചർച്ചകളും നടക്കാതെ തന്നെ അത്തരത്തിലൊരു തീരുമാനം എടുത്തു. അത് ഈ ചില മാനദണ്ഡങ്ങൾക്ക് എതിരാണ് എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ആ റിലീസിൽ. അതുകൂടാതെ തന്നെ നിലവിൽ ഈ ഇപ്പോഴുള്ള പുതിയ നേതൃത്വം അവരുടെ നടപടികൾ, അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ഈ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കും അതുപോലെ തന്നെ നടപടിക്രമങ്ങൾക്കും എതിരായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കടുത്ത രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ് നിലവിൽ കായിക മന്ത്രാലയം പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഈ 15 അംഗ പുതിയ ബോഡി എന്ന് പറയുന്നതിൽ 12 അംഗങ്ങളും ഈ ബ്രിജ്ഭൂഷൻ്റെ പിന്തുണയോടെ വിജയിച്ച 12 പേരാണ്. ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് മുന്നത്തെ ഓഫീസ് ബിയറേഴ്സ്, അതായത് മുന്നത്തെ നേതൃത്വത്തിന് കീഴിലാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കായിക മന്ത്രാലയം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 15 അംഗ ബോഡിയെയും നിലവിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ കായിക മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഈ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ അവരവരുടെ തീരുമാനങ്ങൾ, അവരവരുടെ ഇഷ്ടത്തിനുള്ള തീരുമാനങ്ങളാണ് നിലവിൽ എടുത്തിരിക്കുന്നത് ഈ സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഈ ബോഡി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ചുമതലയേറ്റ ആദ്യ ദിനം തന്നെ ഗോണ്ടയിൽ വെച്ച് ഈ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ആരുമായും പരിഗണിക്കാതെയോ യാതൊരു ചർച്ചയും കൂടാതെയോ എടുത്തു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഈ കായിക മന്ത്രാലയത്തെ ചൊടിപ്പിച്ച എന്നുള്ള കാര്യം അവരുടെ പ്രസ് റിലീസിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ നടപടിയെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ കായിക താരങ്ങളും ഗുസ്തി താരങ്ങളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാവീർ സിംഗ് ഫോഗട്ട് അടക്കം അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. കായിക മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉചിതമായിട്ടുള്ള നടപടിയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഈ പുതിയ ബോഡി, ഈ പുതിയ നേതൃത്വം സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിൽ വന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷമാണ് കായിക താരങ്ങൾ, പ്രത്യേകിച്ചും ഈ ബ്രിജ്ഭൂഷണെതിരെ സമരത്തിലുണ്ടായ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ ബോഡിക്കെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നത്. സാക്ഷി പുതിയ സമിതിയെ പുറത്താക്കുമ്പോഴും എങ്ങനെയാണ് കായിക മന്ത്രാലയം ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്? കാരണം ഇത് ഏറെക്കാലമായി ഇത്തരം പ്രശ്നങ്ങളിൽ നിൽക്കുന്നു. പുതിയ താരങ്ങളുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാകുന്നു. പല പ്രധാന ഇവൻറ്റുകളിലും നമ്മുടെ താരങ്ങൾക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഗുസ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ലോക ഇവൻറ്റുകളിൽ മെഡൽ പ്രതീക്ഷയുള്ളൊരു ഇനം കൂടിയാണ്. അവിടെയാണ് ഈ പ്രതിസന്ധി. ഇതിനെ എത്രയും വേഗം പരിഹരിക്കാനുള്ളൊരു നടപടി എങ്ങനെയാണ് സർക്കാർ ആലോചിക്കുന്നത്? ദിവിഷ, തീർച്ചയായിട്ടും അതിൽ പ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ നേരത്തെ തിരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചത് കൊണ്ട് തന്നെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ്, നമ്മുടെ ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന് ഒരു സസ്പെൻഷൻ, ഒരു ബാൻ ചുമത്തിയിരുന്നു. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ഇനങ്ങളിലൊന്നും തന്നെ ഇന്ത്യൻ പതാക ഏന്തിയോ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടോ കായിക താരങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ പുതിയ നേതൃത്വം വന്നതിന് ശേഷം, തിരഞ്ഞെടുപ്പ് വിജയിച്ച് പുതിയ നേതൃത്വം ചുമതലയേറ്റതിന് ശേഷവും ആ ബാൻ അവർ മാറ്റിയിരുന്നില്ല, ലിഫ്റ്റ് ചെയ്തിരുന്നില്ല ഇതുവരെയും. അതങ്ങനെ തന്നെ തുടരുകയാണ്. ആ കാര്യം ഈ റിലീസിൽ കായിക മന്ത്രാലയവും വ്യക്തമാക്കുന്നത് കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്തത്, ഈ പുതിയ നേതൃത്വത്തെ കൂടെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് നാൾ കൂടി തുടരും ഈ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആ ഒരു സസ്പെൻഷൻ, ആ ഒരു ബാൻ എന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഇന്ന് രാവിലെയാണ് ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക്
പുതിയ ഗുസ്തി പ്രത്യേകിച്ചും ഇപ്പോഴുള്ള വനിതാ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാവിയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. പക്ഷേ കായിക മന്ത്രാലയത്തിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മുൻ നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ നേതൃത്വം ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തുക, അതിലൂടെ പുതിയൊരു ബോഡിയെ കൃത്യമായിട്ടും എല്ലാവരും അനുകൂലിക്കുന്ന ഒരു ബോഡിയെ കൊണ്ടുവരിക എന്നുള്ള കാര്യമായിരിക്കും. എന്തായാലും ഈ പുതിയ തിരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച് പുതിയ ബോഡി വന്നിട്ട് പോലും ഇതുവരെയും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഇന്ത്യക്ക് മേലെ ചുമത്തിയിരുന്ന ബാൻ അത് ഇതുവരെയും ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിനിടയിലാണ് വീണ്ടും പുതിയ നേതൃത്വത്തിനെതിരെയും ഒരു സസ്പെൻഷൻ കായിക മന്ത്രാലയം കേന്ദ്ര സർക്കാരിന്റെ കായിക മന്ത്രാലയത്തിന്റെ ഉചിതമായ നടപടി എന്ന് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ